ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിൾ ഗ്രാഫ് ഓർ പൈ ചാർട്ട്. സർക്കിളിന്റെ ഷേപ്പിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതാണ് സർക്കിൾ ഗ്രാഫ്. അപ്പോൾ ഇതിൽ എ സർക്കിൾ ഗ്രാഫ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഓൾ ആൻഡ് ഇറ്റ്സ് പാർട്സ്. ഹിയർ ദ ഹോൾ സർക്കിൾ ഈസ് ഡിവൈഡ് ഇൻ ടു സെക്ടേഴ്സ്. അപ്പോൾ ഈ സർക്കിളിൽ ഓരോരോ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു സർക്കിളാണ്, ഇതിന്റെ ഓരോരോ സെക്ടർ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെക്ടറിലാണ് ഓരോ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. The size of each sector is proportional to the activity or information it represents. അപ്പോൾ ഇതിൽ ഓരോ സെക്ടേഴ്സിന്റെ സൈസ് അതിന്റെ ആക്ടിവിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ദ ടൈം സ്പെൻഡ് ബൈ എ ചൈൽഡ് ഡ്യൂറിങ് എ ഡേ. ഒരു ദിവസത്തിൽ ഒരു ചൈൽഡ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ആ കുട്ടി എന്തിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ളൊരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ എബവ് ഗ്രാഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സെക്ടർ ഫോർ അവേഴ്സ് സ്പെൻഡിങ് ഇൻ സ്ലീപ്പിംഗ്. ആ കുട്ടി സ്ലീപ്പിങ്ങിന് വേണ്ടി ചെലവാക്കിയ സമയം, അതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് ദ സെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ സർക്കിളിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ദ നമ്പർ ഓഫ് സ്ലീപ്പിംഗ് അവേഴ്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡേ. നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തെയാണ് അല്ലെ. ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 അവേഴ്സ് അല്ലെ. ഒരു ദിവസത്തിൽ 24 അവേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ബൈ ഓൾ ഡേ. ഓൾ ഡേ വരുമ്പോൾ 24 അവേഴ്സ് ഉണ്ടോ. നമ്പർ ഓഫ് സ്ലീപ്പിംഗ് അവേഴ്സ് എത്രയാണ്? സ്ലീപ്പിംഗ് അവേഴ്സ് എത്രയാണ്? 8 അവേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് സ്ലീപ്പിംഗ് അവേഴ്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡേ. നമ്പർ ഓഫ് സ്ലീപ്പിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട് 8 അവേഴ്സ്. ദെൻ 8 അവേഴ്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡേ. ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ആ കുട്ടി ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് 8/24. അത് 8/24. ഇപ്പൊ രണ്ടും ഇത് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ് 24. അപ്പൊ നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് 1/3 എന്ന് കിട്ടും. അതായത് 8/24 രണ്ടിനെയും എന്ത് ഡിവിഷൻ എന്ത് വെച്ചിട്ട് 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/3 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ 1/3 കിട്ടിയത്. ഓക്കെ അല്ലേ. അടുത്തത് സോ ദിസ് വെക്ടർ ഇസ് ഡ്രോൺ ആസ് 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടാണ് എന്ത് ഈ സ്ലീപ്പ് വരുന്നത്. ഈ സർക്കിളിൽ 3 പാർട്ടായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടാണ് നമ്മുടെ ഈ സ്ലീപ്പ് വരുന്നത്. ഓക്കെ. Next, similarly, the proportion of the sector for hours spent in school. സ്കൂളിൽ സ്പെൻഡ് ചെയ്ത ടൈമാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് പ്രൊപ്പോർഷൻ. അതിൻ്റെ എന്താണ്? നമ്പർ ഓഫ് സ്കൂൾ അവേഴ്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡേ. നമ്പർ ഓഫ് സ്കൂൾ അവേഴ്സ് ഡിവൈഡഡ് ബൈ ഓൾ ഡേ. ഓൾ ഡേ എന്താണ്? 24 അവേഴ്സ്. സ്കൂളിൽ ചെലവാക്കിയ ടൈം എത്രയായിരുന്നു? 6 അവേഴ്സ്. ദെൻ 6 അവേഴ്സ് ബൈ 24. 6/24 അല്ലേ. 6/24. അപ്പോൾ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വന്നതാണ് 24. അപ്പോൾ നമുക്ക് 6 വെച്ച് തന്നെ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്ത് അതിനെ ഷോർട്ട് ആക്കാം. ഇപ്പം എത്ര കിട്ടും? 1/4 അല്ലേ. 6 into 4 24. 1/4. ഇനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സോ ദിസ് സെക്ടർ ഈസ് ഡ്രോൺ 1/4 ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിനെ 4 ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ടായിട്ട് എന്ത് വരും? സ്കൂളിൽ സ്പെൻഡ് ചെയ്ത ടൈം വരും. ഈ സർക്കിളിനെ 4 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പാർട്ടാണ് എന്ത്? സ്കൂളിൽ സ്പെൻഡ് ചെയ്ത ടൈം. സിമിലർലി ദ സൈസ് ഓഫ് അതർ സെക്ടേഴ്സ് ക്യാൻ ബി ഫൗണ്ട്. ഇതുപോലെ തന്നെ മറ്റു സെക്ടേഴ്സിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം, ആ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മറ്റ് ഇതിന്റെയൊക്കെ നമുക്ക് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്താണ്? സ്ലീപ്പ് കഴിഞ്ഞു, നമ്മുടെ സ്കൂൾ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് പ്ലേ. അപ്പോൾ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സെക്ടർ 4 hours സ്പെൻഡ് ഇൻ പ്ലേ. സ്പെൻഡ് ടു പ്ലേ അല്ലേ. എത്രയായിരിക്കും? നമ്പർ ഓഫ് play hours. Number of play hours എത്രയാ? 3. Total hours 24. 3/24. അങ്ങനെയാണെങ്കിൽ അടുത്തത് others. ആ കുട്ടി
അതേഴ്സ്, വേറെ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്ത ടൈം. അതേഴ്സ് എന്താ 3 hours. 3 hours ആണ് ടോട്ടൽ. ഓൾ ഡേ അവേഴ്സ് 24. 3/24. നെക്സ്റ്റ് ആണ് ഹോംവർക്ക്. ആ കുട്ടി ഹോംവർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം. ഹോംവർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? എത്ര സ്പെൻഡ് ചെയ്ത്? 4 hours. ഓൾ ഡേ 24. അപ്പോൾ 4/24. അപ്പോൾ നമുക്കറിയാം സ്ലീപ്പിങ്ങിന് വേണ്ടി 8/24, സ്കൂളിൽ 6/24, ദെൻ പ്ലേ എത്രയാണ്? 3/24, അതേഴ്സ് 3/24, ഹോംവർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 4/24. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ആഡ് അപ്പ് ദ ഫ്രാക്ഷൻസ് ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഡു യു ഗെറ്റ് ദ ടോട്ടൽ ആസ് 1? നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1 കിട്ടുന്നുണ്ടോ? നമുക്ക് നോക്കാം. ടോട്ടൽ എന്ന് പറയുമ്പോൾ 8/24 പ്ലസ് നെക്സ്റ്റ് എത്രയാണ്? 6/24 പ്ലേ എത്രയാണ് വിളിച്ചത്? 3/24 പ്ലസ് അതേഴ്സ് 3/24 പ്ലസ് ഹോംവർക്ക് എത്രയായിരുന്നു? 4/24 അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ എല്ലാം കൂടി ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ 8 + 6 14. 14 + 3 17. 17 + 3 20. 20 + 4 24. അപ്പോൾ 24 ഡിനോമിനേറ്റർ വരും 24 തന്നെ അല്ലേ? എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 24/24 നമ്മുടെ ന്യൂമറേറ്റർ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 24 കിട്ടി. ഡിനോമിനേറ്റർ ഓൾറെഡി എല്ലാത്തിനും 24 ആയതുകൊണ്ട് ആ സെയിം 24 തന്നെ എഴുതുക. 24/24 എത്രയാ? 1. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡു യു ഗെറ്റ് ദ ടോട്ടൽ ആസ് 1? 1 കിട്ടിയില്ലേ? കിട്ടി. യെസ്, നമുക്ക് കിട്ടി അല്ലേ? Then a circle graph is also called a pie chart. അപ്പോൾ ഈ സർക്കിൾ ഗ്രാഫിനെ എങ്ങനെ നിങ്ങൾ പറയും? പൈ ചാർട്ട്. സോ a circle graph is also called a pie chart. അപ്പോൾ ഇതെന്താണ്? പൈ ചാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോയിങ് പൈ ചാർട്ട്. പൈ ചാർട്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ സർക്കിൾ ഗ്രാഫ് വരയ്ക്കാനായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലമാണിത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഉണ്ടോ? ഒരു ബോക്സിൽ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ആ ഡാറ്റാസ് ഉപയോഗിച്ച് നമുക്ക് പൈ ചാർട്ട് വരയ്ക്കാം. ഫ്ലേവേഴ്സ് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പ്രിഫറിങ് ദ ഫ്ലേവർ എത്ര ശതമാനമാണ്? 50%. വാനില ഇഷ്ടമുള്ളത് 25%, അതർ ഫ്ലേവേഴ്സ് 25%. അതാണ് നമുക്ക് നിൽക്കുന്ന ഡാറ്റ. അപ്പോൾ നമുക്ക് പൈ ചാർട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജിനെയൊക്കെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? ഫ്രാക്ഷനിലേക്ക് മാറ്റണം. നമുക്ക് ഈ ഡാറ്റാസിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് അതിനെ നമുക്ക് പൈ ചാർട്ടിൽ വരയ്ക്കാൻ ഫ്രാക്ഷൻ ഓഫ് 360 മാറ്റണം. എന്തുകൊണ്ടാണ് 360 മാറ്റണത്? ആദ്യം ഈ ഡാറ്റാസിനെ നമുക്ക് ഫ്രാക്ഷനാക്കി മാറ്റണം. ഫ്രാക്ഷനാക്കി മാറ്റിയിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് ഫ്രാക്ഷൻ ഓഫ് 360 മാറ്റണം. 360 മാറ്റാൻ കാര്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ദ ടോട്ടൽ ആംഗിൾ അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. അപ്പോൾ ഈ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിലെ കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രേറ്റ് ലൈനിന്റെ ആംഗിൾ എത്രയാണ്? 180. ഇവിടെ ഒരു 180 അല്ലേ? ഈ സ്ട്രേറ്റ് ലൈൻ ഇപ്പുറത്തെ ഇവിടെയോ? ഇവിടെയും 180. അപ്പോൾ ഒരു സർക്കിളിന് രണ്ടായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 180 ഡിഗ്രി, ഇപ്പുറത്തെ സൈഡിലും 180 ഡിഗ്രി. അപ്പോൾ 180 + 180 360. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെ നിങ്ങൾക്കറിയായിരിക്കും 360 ആണെന്ന്, എന്നാലും നിങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 90, ഇവിടെ 90, ഇവിടെ 90, ഇവിടെ 90. അപ്പോൾ 4 90 കയറുമ്പോഴത്തേക്കും 360 അല്ലേ? അങ്ങനെയാണ് 360 ഡിഗ്രി. അപ്പോൾ ഒരു സർക്കിളിന്റെ സെന്റർ ഓഫ് ദ സർക്കിൾ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സർക്കിളിലാണല്ലോ പൈച്ചാട്ട് വരയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കിട്ടുന്ന ഫ്രാക്ഷനെ എന്തിലോട്ടാക്കി മാറ്റണം, 360 മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫ്ലേവേഴ്സ്, ചോക്ലേറ്റ് ഫ്ലേവേഴ്സ്, സ്റ്റുഡൻസ് ഇൻ പെർസെൻറ്റേജ് പ്രിഫറിംഗ് ദ ഫ്ലേവേഴ്സ് എത്രയാണ്, 50%. നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം, ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇനി ഫ്രാക്ഷനിലേക്ക് മാറ്റാനായിട്ട് 50%-നെ 50% അല്ലേ, ഈ 50%-നെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ 50/100 ചെയ്യണം. ഇപ്പോൾ 50% ഫ്രാക്ഷനിലോട്ടാകാൻ എന്ത് ചെയ്യണം, 50/100. പെർസെൻറ്റേജ് മീൻസ് 100 അല്ലേ, 50/100. ഇതെങ്ങനെ ഷോർട്ടാക്കാം, ഈ 0യും ഈ 0യും ക്യാൻസൽ ആയി പോകും. പിന്നെ 5/10 എന്ന് പറയുമ്പോൾ 1/2 അല്ലേ. 5 10ൽ എത്ര പ്രാവശ്യം, 2 ടൈംസ്. 5ൽ ഈ 10 വന്നത് 2 ടൈംസ്, അതുകൊണ്ട് 1/2 വരും. കണ്ടോ, അത് ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്, 1/2 ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താണ്, വാനില. വാനില എത്രയായിരുന്നു, 25%. അതെങ്ങനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. 25/100. 25/100 എന്ന് 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 25/100 എന്നാണ് ഇതിൻ്റെ. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇനി 25 100ൽ എത്ര പ്രാവശ്യം, 4 പ്രാവശ്യം അല്ലേ, 4 ടൈംസ് ആണ്. 25 100ൽ 4 ടൈംസ്, ദെൻ 4 വരും. ഇവിടെ എത്ര, 25 1, അപ്പോൾ 1/4. വാനില 1/4 കണ്ടോ. ഇനി അതർ ഫ്ലേവേഴ്സ് എത്രയാ, 25% തന്നെ, സെയിം തന്നെ. അതുപോലെ തന്നെ 25/100 ഈക്വൽ ടു എത്രയാണ്, 1/4. സെയിം തന്നെ ഏതാണ്ട് വീണ്ടും ഒന്ന് പറയാത്ത കേട്ടോ. 25/100 ഈക്വൽ ടു 1/4. അപ്പോൾ അത് നമ്മൾ എന്തിലോട്ടാക്കി മാറ്റി, ഇൻ ഫ്രാക്ഷനിലേക്കാക്കി മാറ്റി. പെർസെൻറ്റേജിലുള്ളത് നമ്മൾ ഫ്രാക്ഷനിലേക്കാക്കി മാറ്റി. ഇത്ര മനസ്സിലായില്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, ഫ്രാക്ഷൻ ഓഫ് 360 ഡിഗ്രിയിലേക്ക് നമുക്ക് ഈ വാല്യൂസിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫ്രാക്ഷൻ ആദ്യത്തെ എന്തായിരുന്നു, ചോക്ലേറ്റ് എത്രയായിരുന്നു, 1/2 അല്ലേ. ചോക്ലേറ്റിൻ്റെ 1/2 ഓഫ് 360 ഉണ്ടോ, ഓഫ് 360. ഓഫ് മീൻസ് എന്താണ്, ഇൻറ്റു. ഓഫ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ഓഫ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 1/2 ഓഫ് 360 ഈക്വൽ ടു, മനസ്സിലായില്ലേ. 1/2 കിട്ടിയത് നമ്മൾ ഫ്രാക്ഷൻ ചെയ്തതിൻ്റെ 1/2, അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് 360ലേക്ക് ആക്കുമ്പോൾ 360. അപ്പോൾ 1/2 ഇൻറ്റു 360. ഇനി ഇതെങ്ങനെ ചെയ്യാം, ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അല്ലേ. 2 3ൽ 1 ടൈംസ്, അപ്പോൾ ഇവിടെ ബാലൻസ് ഒരു 1 വരും. ഇവിടെ 16 ആവും. അപ്പോൾ എത്ര, 8 2s are 16. പിന്നെ 0 അതുപോലെ 180. എത്ര ആൻസർ കിട്ടി, 180. ഇങ്ങനെ ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചെയ്യാം. എങ്ങനെ, ഏത് 1/2 ഇൻറ്റു 360 ആണല്ലോ. അപ്പോൾ 1 ഇൻറ്റു 360/2. ഇനി 360നെ എന്ത് വെച്ച്, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവിഷൻ എല്ലാവർക്കും അറിയാവുന്നല്ലേ. 360നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇത്രയും കൂടി മുകളിലോട്ട് എഴുതാം. 360നെ 2 വെച്ച് ഡിവിഷൻ ചെയ്യുക. ഇതാണ് കേട്ടോ 360നെ വെച്ച് ഡിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം 2 3ൽ എത്ര ടൈംസ് പോകും, 1 2s are 2. 3ന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്പറായ 6 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 6. ഇനി 60ൽ 2 എത്ര പ്രാവശ്യം പോകും, 8 2s are 16 അല്ലേ. 8 2s are 16. 0
6 കുറയ്ക്കുമ്പോൾ 0, 1 കുറച്ചാൽ 0. ഇനി എടുത്ത് എന്താണ് ഈ 0 എടുത്ത് ഇറക്കി എഴുതാനുള്ളത് 0. ഈ 0 2 എത്ര പ്രാവശ്യം പോകും? 0. 0 2 0. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 180 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാനാണ് എളുപ്പം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും ആൻസർ കിട്ടും. ഇപ്പോൾ എത്ര കിട്ടി? ചോക്ലേറ്റിൻ്റെ ഫ്രാക്ഷൻ ഓഫ് 360 180 ഡിഗ്രി കിട്ടി. കണ്ടോ? 180. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ചെയ്യാലോ നമുക്ക്. വാനില ചെയ്യാം. വാനില എത്രയായിരുന്നു ഫ്രാക്ഷൻ കിട്ടിയത്? 1/4 ഇൻറ്റു ഇങ്ങനെ ഇൻറ്റു വന്നത് 1/4 ഓഫ് 360 അല്ലേ? 1/4 ഓഫ് 360 മാറ്റണം. അതുകൊണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടണം. 360 വെട്ടി എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തോട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 1 × 360 360/4. 360നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ 3 എടുക്കാൻ പറ്റില്ല, നേരത്തെ കേസ് പോലെയല്ല. ഇവിടെ 3 എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ഡിജിറ്റ്, കാരണം ഈ 4-നേക്കാളും ചെറുതാണ് 3 ഫസ്റ്റ് ഡിജിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ 2 സംഖ്യ എടുക്കണം, അതായത് 2 ഡിജിറ്റ് എടുക്കണം. 2 ഡിജിറ്റ്. ഫസ്റ്റ് സംഖ്യ മാത്രം എടുക്കുക, ഫസ്റ്റ് ഡിജിറ്റ് മാത്രം എടുക്കാൻ പറ്റുന്നത് എന്താ? നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 4-നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് 2 സംഖ്യകൾ എടുക്കാം. അപ്പോൾ 36. അപ്പോൾ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എപ്പോഴാണ് 36 വന്നത്? 9 4s are 36. Then 0. 6 × 6 കുറയ്ക്കുമ്പോൾ 0, 3 × 3 കുറയ്ക്കുമ്പോൾ 0. ഇനി ബാലൻസ് ഉള്ളത് ഈ 0 ആണ്. ഈ 0 താഴേക്ക് ഇറക്കി എഴുതുക. എന്നിട്ട് ബാക്കി ചെയ്യാൻ മറന്നു വരുത്. 9 അല്ല ആൻസർ. ഈ 0 ഉണ്ട്. ഈ 0 വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 കൊടുക്കണം. അപ്പോൾ 4 zeros are 0. എത്ര കിട്ടിയ ആൻസർ? 90. ഉണ്ടോ? 90 ഡിഗ്രി. ഇപ്പം നമ്മൾ സർക്കിളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രിയിലെ ആംഗിളല്ലേ പറയണം. അപ്പോൾ ആംഗിൾ ആയതുകൊണ്ടാണ് എല്ലാത്തിനും നമ്മൾ ഡിഗ്രി ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ? 90 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇത് ഈസി ആയിട്ട് വെട്ടിയും ചെയ്യാം കേട്ടോ. 9 4ൽ 34 എത്ര പ്രാവശ്യം? എത്ര ടൈംസ്? 9 ഉണ്ടോ? 4 36 കൂടെ 9 ടൈംസ്, പിന്നെ ഈ 0 ഇതിലോട്ട് ഉണ്ടോ? അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് എന്താ? അതർ ഫ്ലേവേഴ്സ് അല്ലേ? അതിന്റെ ഫ്രാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു 1/4. 1/4 ഫ്രാക്ഷൻ ആക്കാൻ ഇപ്പം നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1/4 × 360 ഉണ്ടോ? നേരത്തെ കിട്ടിയതുപോലെ തന്നെ 360/4 എത്ര കിട്ടും? 90. 0 എഴുതാൻ മറന്നു വരുത്. 90 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻസിൽ കിട്ടി. ഫ്രാക്ഷൻ ആക്കി നമ്മൾ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താ? പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? പൈ ചാർട്ട് വരയ്ക്കാം. പൈ ചാർട്ട് വരയ്ക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. ഇഷ്ടമുള്ള റേഡിയസിൽ സർക്കിൾ വരയ്ക്കാം കേട്ടോ. സർക്കിൾ വരച്ചു. ഇനി അടുത്തത് ഇതിൽ പറഞ്ഞേക്കുന്നത് ചോക്ലേറ്റ് എത്ര ഡിഗ്രിയിലാണ്? 180. ചോക്ലേറ്റ് 180 ഡിഗ്രി. ചോക്ലേറ്റ് 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിൽ 180 എങ്ങനെ എടുക്കും? സ്ട്രേറ്റ് ലൈൻ. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുകൊണ്ട് സ്ട്രേറ്റ് ലൈനിന്റെ ഡിഗ്രിയാണ് 180. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഇത് എത്രയാണ് പറഞ്ഞത്? 180 അല്ലേ? സ്ട്രേറ്റ് ലൈനിന്റെ സെന്ററാണ്. സെന്ററിലൂടെ ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി ഈ 180 ഡിഗ്രിയിൽ എന്താന്ന് പറഞ്ഞത്? ചോക്ലേറ്റ്. ഇത്രയും 180 ഡിഗ്രി കംപ്ലീറ്റ് എന്താണ്? ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ? ചോക്ലേറ്റ്.
ഓക്കെ, ഇനി അടുത്തതാണ് വാനില. വാനില എത്രയാണ് ഡിഗ്രി പറഞ്ഞേക്കുന്നത്? 90 ഡിഗ്രി. കണ്ടോ, വാനില 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കും നമ്മൾ? ഒരു ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം അല്ലേ? ഇതല്ലേ 90 ഡിഗ്രി, അറിയാലോ. ഇവിടെ നിന്ന് വരച്ചു. കാരണം ഈ ഭാഗം എടുക്കരുത്, ഈ ഭാഗം ചോക്ലേറ്റ് ആണ് അല്ലേ, ചോക്ലേറ്റിന്റെ പോർഷനാണ്. നമുക്ക് ഈ ബാക്കിയുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഈ ഇതിന്റെ സർക്കിളിന്റെ ഹാഫ് പോർഷൻ, അതിലത്തെ 90 ഡിഗ്രി ആണ്. അതിൽ നിന്നാണ് എടുക്കേണ്ടത്. ആ ഭാഗത്തിന്റെ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലൈൻ വരച്ചു. ഇത് 90 ഡിഗ്രി. അതെന്താ, ഏത് ഫ്ലേവറാ? വാനില. നെക്സ്റ്റ് അതർ ഫ്ലേവേഴ്സ് 90 ഡിഗ്രി. പിന്നെ ബാലൻസ് ഉള്ളത് ഇവിടെ അല്ലേ, ഇവിടെ 90 ഡിഗ്രി എടുക്കാം. ഇവിടെ 90 ഡിഗ്രി. ഇതെന്താ? അതർ ഫ്ലേവേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മള് പൈച്ചാട്ട് വരച്ചില്ലേ? മനസ്സിലായില്ലേ? ഇവിടെ 180 ചോക്ലേറ്റിന്റെ ഒരു സർക്കിളിൽ 180 ഡിഗ്രി വന്നത് ചോക്ലേറ്റ് ആണ്, ഫ്ലേവർ ആണ്. ബാക്കിയുള്ള പോർഷൻസിൽ 90 ഡിഗ്രി വാനില വരും, ബാക്കിയുള്ള 90 ഡിഗ്രി അതർ ഫ്ലേവേഴ്സ് വരും. ഇപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, താങ്ക് യു.